Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fahuwal muhtadi wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lah wa ashhadu anna nabiyyana Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-dini kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ali Muhammad kama sallaita ala Ibrahim wa ali Ibrahim wa barik ala Muhammadin wa ali Muhammad kama barakta ala Ibrahim wa ali Ibrahim fil alamin innaka Hamidum Majid. Ya ayyuhalladzina amanu taqullaha haqqa tuqatih fala tamutunna illa wa antum muslimun. A'udzu billahi minasy syaithanir rajim. Bismillahir rahmanir rahim. Sanurihim ayatina fil afaqi wa fi anfusihim hatta yatabayyana lahum annahu al-haqq. Awalam yakfi bi rabbika annahu ala kulli shay'in shahid. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ്, നിസ്കാരം ഉൾപ്പെടെയുള്ള അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ നാം ചെയ്യുന്ന മറ്റ് കാര്യങ്ങളുമെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ അർത്ഥവത്താകണമെങ്കിൽ അതിന് ബോധ്യമുണ്ടാകണം. എങ്ങനെയുള്ള ബോധ്യമുണ്ടാകണം? താൻ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നിലൂടെ സംഭവിക്കുന്ന ദൈവിക പ്രവൃത്തിയാണ് എന്ന ബോധമുണ്ടാകണം. അങ്ങനെ ബോധമുണ്ടാകണമെങ്കിൽ ഞാൻ ആരാണ് എന്നറിയണം. അവനവനെക്കുറിച്ചുള്ള അറിവ് ആണ് ഏറ്റവും വലിയ അറിവ്. ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെയും അറിവ് അതാണ്. ഇത് ഖുർആൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഖുർആൻ മാത്രമല്ല, ഈ ലോകത്ത് അവതരിച്ചിട്ടുള്ള സകല വേദങ്ങളും, ഇവിടെ നിയോഗിതരായിട്ടുള്ള സകല പ്രവാചകന്മാരും ഗുരുക്കന്മാരും മനുഷ്യരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചതും അവർ ശ്രമിച്ചതും ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഈ ചോദ്യം ചോദിക്കാത്ത ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ഞാൻ എന്തിനെവിടെ ജീവിക്കുന്നു, ഈ മൗലികമായ ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മറ്റുള്ള എല്ലാ അറിവുകളും അതേ തുടർന്ന് ഉണ്ടാകേണ്ടതാണ്. ഇതാണ് അടിസ്ഥാനപരമായ അറിവ്. ഈ അറിവ് ലഭിക്കാത്തതാണ് പലപ്പോഴും മതപരമായ തർക്കങ്ങളുടെയും വാശികളുടെയും ഒക്കെ കാരണമായി തീരുന്നത്. അനുഷ്ഠാനങ്ങളുടെ നിസ്സാരമായ കാര്യങ്ങളിൽ തർക്കിച്ച് മതത്തിനകത്തും പുറത്തുമാക്കുന്നതും കാഫിറാക്കുന്നതും മുർത്തദാക്കുന്നതുമെല്ലാം ഈ ഒരറിവില്ലാത്തത് കൊണ്ടാണ്. ഈ അറിവ് മതപുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കില്ല, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നോ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നോ ലഭിക്കില്ല. ആ അറിവ് വേദങ്ങളിൽ നിന്ന്, ആ വേദങ്ങൾ പകർന്നു തന്ന പ്രവാചകന്മാരിൽ നിന്ന്, അവരുടെ പിന്മുറക്കാരായ ഗുരുക്കന്മാരിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. എല്ലാ പ്രവാചകന്മാരും സമൂഹത്തെ ഉത്ബോധിപ്പിച്ച മഹാസത്യം അതാണ്. അവനവനെ അറിയുമ്പോഴേ
അള്ളാഹുവിനെ അറിയൂ. അള്ളാഹുവിലേക്ക് ഒരു വഴിയേ ഉള്ളൂ. പ്രപഞ്ചനാഥനിലേക്ക്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിലേക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി അവനവനെന്ന വഴിയാണ്. ഞാൻ എന്ന വഴിയാണ്, നീ എന്ന വഴിയാണ്. അവനവനിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക സാധ്യമല്ല. ഇതാണ് പലപ്പോഴും വിസ്മരിക്കുന്നത്. നാം മറ്റ് പലതിലൂടെയും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. നാം നമ്മെ മറന്നുപോകുന്നു. ഞാൻ ആരാണ് എന്ന മഹാ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കാതെ പോകുന്നു. അങ്ങനെ നമ്മുടെ കർമ്മങ്ങളെല്ലാം ശിഥിലമാവുകയും നമുക്ക് ബോധ്യമില്ലാതെ ജീവിച്ച് മരിക്കേണ്ടി വരികയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ അതിങ്ങനെ പറയുന്നു, സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അംഫുസിഹിം. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ചക്രവാളങ്ങളിലുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങളാകുന്നു ചക്രവാളം. കിഴക്ക് നിങ്ങളാണ്, പടിഞ്ഞാറ് നിങ്ങളാണ്. ഉദയം നിങ്ങളാണ്, അസ്തമയം നിങ്ങളാണ്. സൂര്യനും ചന്ദ്രനും നിങ്ങളാണ്. നിങ്ങളുടെ ഉള്ളിലാണ് നമ്മുടെ അടയാളങ്ങളെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നത്. നാം ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ മുദ്രയുണ്ട്, ദൈവത്തിൻ്റെ അടയാളങ്ങളുണ്ട്, ദൈവത്തിൻ്റെ സിംഹാസനമുണ്ട്. മഹാസ്രഷ്ടാവ് പ്രപഞ്ചത്തിൻ്റെ പരിച്ഛേദമായിട്ടാണ് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് വിളങ്ങി നിൽക്കുന്ന, ദൃശ്യമായിട്ട് നിൽക്കുന്ന എന്തെന്തൊക്കെയുണ്ടോ അതൊക്കെയും മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഗ്രഹണമുണ്ട്, ഭൂമിയുണ്ട്, ഗോളങ്ങളുണ്ട്, കറങ്ങുന്നുണ്ട്, കടലുണ്ട്, കരയുണ്ട്, തിരമാലകളുണ്ട്, സകലതും മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തൻ്റെ തന്നെ ഉള്ളിലേക്ക് നോക്കുക എന്നാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ഇതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിലാണുള്ളത്. ആകാശമുണ്ട്, ഒട്ടകമുണ്ട്, കടലുണ്ട്, കരയുണ്ട്, പർവ്വതമുണ്ട്. ഇങ്ങനെ തൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാൻ ആത്മദർശനത്തിൻ്റെ കണ്ണ്, ഈ കണ്ണാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. പ്രവാചകന്മാർ നമുക്ക് തരുന്നത്, ഗുരുക്കന്മാർ നമുക്ക് നൽകുന്നത്, വേദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഉള്ളിലേക്ക് നോക്കാനുള്ള കണ്ണാണ്. 1000 കണ്ണുകളോടെ പുറത്തേക്ക് നോക്കുന്നു നാം ബാഹ്യമായതിനെയെല്ലാം കാണുന്നു. ഇങ്ങനെ പുറമെയുള്ളത് കാണാതെ അടച്ചുള്ളിലേക്ക് നോക്കണം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും. കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം എന്നാണ് നാരായണ ഗുരു പറയുന്നത്. കണ്ണുകൾ 5 ഉള്ളടക്കണം, ഇന്ദ്രിയങ്ങളെല്ലാം ഉള്ളടക്കണം. എന്നിട്ട് അകത്തേക്ക് നോക്കണം. ആത്മദർശനം സാധ്യമാകണം. അവനവൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോഴാണ് ലഭിക്കുക. എന്നിട്ടാണ് വീണ് വണങ്ങി ഓതിടേണ്ടത്. ആ വീഴ്ചയാണ്, ആ വണങ്ങലാണ് യഥാർത്ഥത്തിൽ വണക്കമായി തീരുന്നത്. ഇപ്പോൾ നാം നമ്മുടെ ശരീരം കൊണ്ട് കുനിയുന്നു. നിങ്ങൾ ജിമ്മിൽ പോയാലും ചെയ്യുന്ന പണി അതാണ്. ശരീരം കൊണ്ട് കുനിയുന്നു, ശരീരം കൊണ്ട് മറ്റ് പലതും ചെയ്യുന്നു. ശരീരമല്ല നാം, നമ്മുടെ ശരീരമല്ലല്ലോ ഞാൻ. എൻ്റെ തല, എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ കാത് എന്ന് പറയുന്ന ഞാൻ, ഉടമപ്പെടുത്തുന്ന ഞാനുണ്ട്. എൻ്റെ ഭൂമി, എൻ്റെ വീട്, എൻ്റെ കിഡ്നി, എൻ്റെ വൃക്ക, ഇങ്ങനെ ബാഹ്യമായതും ആന്തരികമായതുമായ എല്ലാ സംഗതികളെയും ഉടമപ്പെടുത്തുന്ന ഒരു ഞാനുണ്ട്. ഈ ഞാൻ, ആ ഞാനാണ് വീണു വണങ്ങി ഓതിടേണ്ടത്. ആ ഞാനാണ് നിസ്കരിക്കേണ്ടത്. ആ ഞാനാണ് സുജൂദ് ചെയ്യേണ്ടത്. ആ ഞാനാണ് നിലത്ത് തല വെക്കേണ്ടത്. ശരീരം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അത്. ശരീരം കൊണ്ട് അത് അതിൻ്റെ ഒരു ബാഹ്യമായ ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ്, ഒരടയാളം മാത്രമാണ്. അതിനപ്പുറത്ത് ഞാനെന്ന് പറയുന്ന ആ സത്തയുണ്ടല്ലോ, അതാണ് മനുഷ്യൻ, അതാണ് ആധാരം. ആ ഞാൻ കുനിയണം, ആ ഞാൻ നിലത്ത് വീഴണം, ആ ഞാൻ സുജൂദ് ചെയ്യണം. അപ്പോഴാണത് സാധ്യമാകുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പൗരോഹിത്യം നമുക്ക് തടയുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വ്യവസ്ഥാപിത മതം നമുക്ക് തടയുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വേദങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വഫി അംഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഹഖ് എന്താണെന്നറിയാൻ. ആരാണ് ഹഖ്? ഹുവൽ ഹഖുൽ മുബീൻ. മഹാസത്യം, ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധായകൻ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ആ മഹാസത്യം അറിയാൻ ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അതറിയാൻ ഉള്ളിലേക്ക് നോക്കണം, അകത്തേക്ക് നോക്കണം. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള്. ആയത്തുൽ കുർസി പറയുന്നില്ലേ,
ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിൻ്റെ സിംഹാസനം, ആകാശഭൂമികളെക്കാൾ വിശാലമായ സിംഹാസനം എവിടെയാണ് പണിയുന്നത്? അത് ഫി ഖുലൂബിൽ മുഅ്മിനീൻ, അതാണ് മനുഷ്യരുടെ വിശ്വാസികളുടെ ഹൃദയത്തിലാണ് ആ സിംഹാസനം പണിയുന്നത്. ആകാശത്തേക്കാൾ വിശാലമായ പ്രതലമാണത്, അവിടെയാണുള്ളത്. അങ്ങോട്ടാണ് നോക്കേണ്ടത്. അത് ശുദ്ധീകരിക്കണം. മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്കണം. അതിലാദ്യം നിസ്കാര പായ വിരിക്കണം. എന്നിട്ട് അവിടെ സുജൂദ് ചെയ്യണം. അതാണ് മസ്ജിദ്, അതാണ് മസ്ജിദുൽ ഹറാം, അതാണ് കഅബ, അതാണ് ഖിബ്ല. അങ്ങോട്ടാണ് നോക്കേണ്ടത്. അവിടെയാണ് സൂര്യൻ ഉദിക്കേണ്ടത്, കിഴക്കൻ ചക്രവാളത്തിലല്ല. മാനത്ത് പറന്നോക്കാൻ പോകുന്നവർക്ക് പിറയും കാണാൻ കഴിയില്ല, അതിനെ തുടർന്നുള്ള ഒളിയും കാണാൻ കഴിയില്ല. പിറക്കുന്നത് ഉള്ളിലായിരിക്കണം. ശവ്വാല് പിറക്കുന്നതും റമദാൻ പിറക്കുന്നതും ഷഅബാൻ പിറക്കുന്നതൊക്കെ ഉള്ളിലായിരിക്കണം. ഉള്ളിലാണ് പിറ തെളിയേണ്ടത്. ഉള്ളിൽ പിറ തെളിയാത്തത് കൊണ്ടാണ് മാനം നോക്കാൻ വേണ്ടി കോയമാര് കാപ്പാട് കടപ്പുറത്തേക്ക് പോകുന്നത്. ഉള്ളിൽ പിറയില്ലാത്തവർക്ക് പിന്നെ പുറമെ നോക്കാതെ നിവൃത്തിയില്ലല്ലോ. ഉള്ളിലാണ് പിറ വേണ്ടത്, ഉള്ളിലാണ് ഹിലാല് തെളിയേണ്ടത്, ഉള്ളിലാണ് സൂര്യൻ ഉദിക്കേണ്ടത്. വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, ആ മശ്രിഖും മഗ്രിബും മനുഷ്യന്റെ ഉള്ളിലാണ്. ചക്രവാളങ്ങളെല്ലാം അവിടെയാണ്. നിങ്ങൾ വിചാരിക്കരുത് ഓരോരുത്തരും ഞാൻ ചെറിയ ആളാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആ മഹാസത്യത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. അതുകൊണ്ടാണ് മൻസൂറുൽ ഹല്ലാജ് അനൽ ഹക്ക് പറഞ്ഞത്. അനൽ ഹക്ക് പറഞ്ഞപ്പോൾ മൻസൂറെ കൊല്ലുന്ന ആൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അക്കൈ പിടിക്കും ഞാൻ എന്ന് മൊഴിഞ്ഞോവർ എന്ന് മൊഹീദ്ദീൻ മാലയിൽ പറയുന്നതും അതുകൊണ്ടാണ്. മൻസൂറിനെ കൊന്നത് പൗരോഹിത്യമാണ്, മൻസൂറിനെ കൊന്നത് അധികാരമാണ്, മൻസൂറിനെ കൊന്നത് അജ്ഞതയാണ്, മൻസൂറിനെ കൊന്നത് ഖുർആൻ വിരുദ്ധമായ ദർശനമാണ്. മൻസൂർ അനൽ ഹക്ക് പറഞ്ഞു, അത് ഖുർആനിന്റെ ദർശനമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അനൽ ഹക്കിന്റെ മറ്റൊരു ഭാഷ്യമാണത്, അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന്റെ മറ്റൊരു ഭാഷ്യമാണത്. ഈ പ്രപഞ്ചത്തിൽ വിളങ്ങി നിൽക്കുന്ന ആ മഹാസത്യം എൻ്റെ ഉള്ളിലാണ് പ്രകാശിക്കുന്നത്, ഞാനായിട്ടാണ് പ്രകാശിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഫതുഹുൽ മുഈൻ വായിച്ചാൽ പോരാ, അത് മനസ്സിലാക്കാൻ ജമുൽ ജവാമി വായിച്ചാലും പോരാ, അത് മനസ്സിലാക്കാൻ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളൊന്നും പറ്റൂല. അതിനപ്പുറം കടക്കണം. തബ്രീസി റൂമിയെ നയിച്ചതുപോലെ കിതാബുകൾക്കപ്പുറം നടക്കണം. കിതാബുകൾക്കപ്പുറത്തേക്ക്, അറിവിൻ്റെ അപ്പുറത്തേക്ക്, അറിവിലുമേറി അറിഞ്ഞിടുന്ന ഒരറിവുണ്ട്. ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞുവോ, ഭഗവത്ഗീത അങ്ങനെയാ പറയുന്നത്. ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞുവോ, അതാണ് അറിവ്. എല്ലാ സംശയങ്ങളും നീങ്ങുന്ന അറിവ്, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മനുഷ്യന് മുക്തി നൽകുന്ന അറിവ്. ആ അറിവാണ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. ഉൾക്കാഴ്ച, അകക്കാഴ്ച, ഉള്ളിലുള്ള തെളിവ്, നിറവ്. ഇന്ന് ഉള്ളിൽ നിറവില്ലാതെയാണ് നമ്മൾ മതം കൊണ്ട് നടക്കുന്നത്. ഉള്ളിൽ നിറവില്ല, ബലൂണ് പോലെയാണ്. ഈ ലേസൊക്കെ നിറച്ച പാക്കറ്റ് പോലെയാണ്, കാറ്റടിച്ച് നിറച്ചു വെച്ചിരിക്കുകയാണ്. നിറവില്ല, ശൂന്യതയാണ്. നിറവില്ലാത്ത നിസ്കാരം. അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. നിറവോടുകൂടി നിസ്കരിക്കുന്നവരെയാണ് അള്ളാഹു തേടുന്നത്. കാലിയായ മനസ്സുമായിട്ട് നിസ്കരിക്കുന്നവരുടെ നിസ്കാരം ആർക്ക് എന്തിനു കൊള്ളാം? എന്തിനു കൊള്ളാം? കുനിഞ്ഞു നിവരാം എന്നതിനപ്പുറത്ത് നിറവുള്ള നിസ്കാരം വേണം. ഉള്ളിൽ നിറയണം. അപ്പോഴേ പ്രണയം ഉണ്ടാകുള്ളൂ, അപ്പോഴേ നിസ്കാരം അർത്ഥവത്താകുള്ളൂ. അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ റക്കായത്തിൽ തർക്കിക്കും. 8, 20, 23, 36 തർക്കിക്കും. കുനൂത്ത് വേണ്ടേ പോണോ തർക്കിക്കും. നിറവുള്ളവരോ തർക്കങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിസ്കാരത്തിൽ അവൻ്റെ കൂടെ രമിക്കും. ഇതാണ് സാധിക്കാതെ പോകുന്നത്. അവനില്ലാതെ നിസ്കരിക്കുന്നു. പുതിയാപ്പിളയില്ലാത്ത അറ, പുതിയാപ്പിളയില്ലാത്ത മണിയറ, വധുവില്ലാത്ത മണിയറ. ഇതാണ് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്. വധുവില്ല, പുതിയാപ്പിളയില്ല. മണിയറ പണിയുമ്പം വധു ഉണ്ടാകണം, അവനുണ്ടാകണം, അവനോടൊപ്പം രമിക്കണമെങ്കിൽ ഉള്ളം നിറവുണ്ടാകണം. നിറവാർന്ന മനസ്സിലെ നിസ്കാരം മധുരമായി അനുഭവപ്പെടൂ. അപ്പോഴേ തർക്കങ്ങൾ ഒഴിവാകൂ. അപ്പോഴേ നോമ്പ് എന്താണെന്ന് മനസ്സിലാകുള്ളൂ. ഉള്ളിൽ ആ നിറവ്, അതാണ് അലാ നഫ്സിഹി ബസീറ. ഉള്ളില് അവിടെയാണല്ലോ കണ്ണ് വേണ്ടത്. നെറ്റിയിലെ കണ്ണ് മാംസകഷ്ണം, അത് സൂചി കൊണ്ട് കുത്തിയാൽ പൊട്ടുന്ന അവയവം.
ചിമ്മിയാൽ ഇരുട്ട്, ഉള്ളിലൊരു കണ്ണുണ്ട്. ആ കണ്ണ് സൂചി കൊണ്ട് കുത്തിപ്പൊട്ടിക്കാൻ കഴിയില്ല. ആ കണ്ണ് മാംസകഷ്ണമല്ല. ആ കണ്ണാണ് ആത്മാവിൻ്റെ കണ്ണ്. അതിലാണ് സകലതും പ്രകാശിക്കുന്നത്. അവിടെയാണ് അള്ളാഹു ഉള്ളത്. അതിലൂടെ കാണണം, അതിലൂടെ നോക്കണം. കണ്ണടക്കണം, പുറമെയുള്ള കണ്ണടക്കണം. അപ്പോഴാണ് ഉള്ളിലുള്ള കണ്ണ് തെളിയുന്നത്. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. ഹൃദയത്തിലുള്ള, മനസ്സിലുള്ള, ഹൃദയം എന്ന് പറയുമ്പോൾ ഈ രക്തം പമ്പ് ചെയ്യുന്ന മാംസകഷ്ണമല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ആരും വരരുത്. ഉള്ളിലുള്ള കണ്ണ് തെളിയണം. എന്നിട്ട് അള്ളാഹുവിനെ കാണണം. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ട് ഒരല്പനേരം അറിവപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും എന്ന് ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നുണ്ട്. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ. പരയുടെ പാല് നുകരുക. പല പാലും കുടിച്ചിട്ടുണ്ടാകും. പശുവിൻ്റെ പാലും, എരുമപ്പാലും, ആട്ടുംപാലും, പാൽപ്പൊടി കലക്കിയ പാലും ഒക്കെ. പക്ഷെ പരയുടെ പാലുണ്ട്, ഈ പ്രകൃതിയുടെ പാലുണ്ട്, ദൈവത്തിൻ്റെ പാലുണ്ട്. അള്ളാഹുവിൻ്റെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ, ദൈവത്തിൻ്റെ പാല് കുടിച്ചവർ ഭാഗ്യവാന്മാർ. അവർക്ക് 1000 ആണ്ട് ഒരല്പനേരം, അജ്ഞർക്കോ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. ഇങ്ങനെയാണ്. ഉള്ളിൽ തെളിയണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. ഇക്കണ്ട കാഴ്ചകളൊക്കെയും നമുക്ക് മനസ്സിലാകും. ഇതിലൊക്കെയും എല്ലാ നശ്വരമായതിലും അനശ്വരതയുടെ മുദ്ര നമുക്ക് കാണാൻ കഴിയും. അതിലേക്ക് കണ്ണു പായിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഞാൻ ആരാണെന്ന് അറിവ് വേണം. ഞാൻ നിസ്സാരനല്ല. ഞാനിങ്ങനെ എപ്പോഴും തപിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നറിയണം. ഇതൊക്കെ പറയുമ്പോൾ കുഫ്രിയത്തിൻ്റെ ഫത്വയായിട്ട് വരും. ഒരു സംശയമില്ല, കുഫ്രിയത്തിൻ്റെ ഫത്വയായിട്ട് വരും. വിവരമില്ലാത്തതുകൊണ്ടാണ്. താടിക്കുള്ളിൽ ആത്മാവിന് താടി വേണം. അവിടെയാണ് ഉണ്ടാകേണ്ടത് മതപരമായ. അതുകൊണ്ടാണ് തബ്രീസ് റൂമിയോട് പറഞ്ഞത്, എന്തിനാണ് ഈ കിതാബൊക്കെ? റൂമി പറഞ്ഞു, ഈ കിതാബിലൊക്കെ അറിവാണ്. അദ്ദേഹം ചോദിച്ചു, ഈ കിതാബില്ലെങ്കിലോ, കിതാബുകളൊന്നും ഇല്ലെങ്കിലോ അറിവുണ്ടാവൂലേ? കിതാബിനപ്പുറത്തുള്ള അറിവിലേക്കാണ് വേദം നയിക്കുന്നത് എന്നർത്ഥം. ഖുർആൻ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അള്ളാഹുവിനെ വിസ്മരിക്കുന്നത് എപ്പോഴാണ്? അവനവനെ വിസ്മരിക്കുമ്പോൾ. എന്നെ ഞാൻ മറക്കുന്ന നിമിഷത്തിലാണ് ഞാൻ അള്ളാഹുവിനെ മറക്കുന്നത്. എന്നെ ഓർക്കുമ്പോഴൊക്കെയും ഞാൻ അള്ളാഹുവിനെ ഓർക്കും. അതുകൊണ്ടാണ് നാം അള്ളാഹുവിൻ്റെ കണ്ണാടിയാണ് എന്ന് മഹാന്മാർ പറയുന്നത്. അള്ളാഹുവിൻ്റെ കണ്ണാടിയാണ് നാം. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അള്ളാഹുവിനെയാണ്. അതിൻ്റെ അർത്ഥം ഈ മാംസകഷ്ണത്തെ കാണുന്നല്ല, ഈ മാംസമല്ല. ഈ മാംസം എന്ന് പറയുന്നത് മരിച്ചു പോകുന്നതല്ലേ? ഈ മാംസത്തിന് മുമ്പും നമ്മളില്ലേ? ഈ മാംസത്തിന് ശേഷവും നമ്മളില്ലേ? മണ്ണിൽ വെച്ചാൽ ദ്രവിച്ചു പോകുന്ന ഈ മാംസകഷ്ണത്തെക്കുറിച്ചല്ല കൂട്ടരെ നമ്മൾ പറയുന്നത്. ഇതല്ല നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ മാംസകഷ്ണമല്ല കാണേണ്ടത്. അതിൻ്റെ ഉള്ളിലൊരാളുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരാളുണ്ട്. അതാണ് കാണേണ്ടത്. അവിടെയാണ് അവനെ കാണുക. അപ്പോൾ നശ്വരമായതല്ല, നശ്വരമായതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിതമായ അനശ്വരതയെ കാണണം. ഖാലിഖിനെ കാണണം, മഖ്ലൂക്കിനെ കാണരുത്. കാണുന്നതെല്ലാം ഖാലിഖായി തീരുക. എന്തൊരനുഭൂതിയാണത്? ഖാലിഖിനെ കാണണം. അപ്പോഴാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കുക. ലാ മൗജൂദ ഇല്ലല്ലാഹ്. കാണുന്നതെല്ലാം ഖാലിഖ്, ഖാലിഖിൻ്റെ പ്രതിരൂപങ്ങൾ. അപ്പോൾ അവനല്ലാത്തതൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ഘട്ടത്തിൽ മൻസൂർ മറ്റൊന്ന് പറഞ്ഞു, ലൈസ ഫിൽ കീസി ഇല്ലല്ലാഹ്. എൻ്റെ കീശയിലും അല്ലേ ഉള്ളൂ. അതാണ്, എൻ്റെ കീശയിലും അല്ലാഹു മാത്രമാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അല്ലാഹു അല്ലാത്ത ഒരു ഇടവുമില്ലാത്ത ഒരവസ്ഥ, ആ പരാശക്തി ഇല്ലാത്തൊരവസ്ഥ, അതാണ് ആത്മജ്ഞാനത്തിൻ്റെ പാരമ്യത. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമാണ്. ഭാരതീയ വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ ആത്മജ്ഞാനം എന്ന് പറയുന്നതും ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതും രണ്ടും രണ്ടല്ല. എന്ന് വെച്ചാൽ അവനവൻ അറിയുമ്പോൾ ബ്രഹ്മത്തെ അറിയും. ആത്മമെന്നാൽ ഞാൻ, ബ്രഹ്മമെന്നാൽ പരമ്പൊരുൾ. ആത്മത്തെ അറിയുമ്പോൾ അവനെ അറിയും. അത് വല്ലാത്തൊരു കണക്ഷനാണ്.
അപ്പോൾ ഇത് രണ്ടും കൂടി ആവണം, ഒരുമിച്ച് ഒരുപോലെ വരണം. വനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, അങ്ങനെയല്ലേ പറഞ്ഞത്? വലഖദ് കറംനാ ബനി ആദം എന്ന് മറ്റൊരിടത്ത് പറയുന്നു. ഈ ആദരണീയത എന്തുകൊണ്ടാ? നമ്മളിൽ അവനുള്ളത് കൊണ്ടാ. നമ്മളിൽ അവനുള്ളത് കൊണ്ടാണ് അതുണ്ടാകുന്നത്. ഈ ഒരു നിറവിലേക്ക് നമ്മെ നയിക്കുന്ന അറിവ്, ആ അറിവാണ് തേടേണ്ടത്. നിസ്കാരത്തിൻ്റെ ഫർളും ഷർത്തും അല്ല, അതൊക്കെ അവിടെ അപ്രസക്തമാകും. നിസ്കാരത്തിൻ്റെ ഫർളെത്രയാണ്, ഷർത്ത് ഹൈആത്ത്, അബ്ആല്, ബാത്തിലാകുന്ന കാര്യങ്ങൾ. നോമ്പുകാരൻ വിസർജിക്കുമ്പോൾ മുലാര് പ്രസംഗിക്കും, അവർക്കെപ്പോഴും വിസർജനം മാത്രമേ ഉള്ളൂ. ഇത് ഉള്ളിലേക്ക് ആവാഹിക്കലാണ്. അത് സ്വർഗവും നരകവും ഒന്നും വിചാരിച്ചിട്ടല്ല. സ്വർഗവും നരകവും ഒക്കെ ആർക്ക് വേണം? സ്വർഗവും നരകവും ഒക്കെ പ്രാഥമികമായ തലങ്ങളല്ലേ. അതിനപ്പുറത്ത് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. സ്വർഗത്തിനപ്പുറം ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതി അവനെ സ്വന്തപ്പെടുത്തലാണ്. ആ സ്വന്തപ്പെടുത്തലിലാണ് എല്ലാം ഇരിക്കുന്നത്. അവൻ്റെതായി തീരുക, അവനായി തീരുക, ആ ലിഖാ ഉണ്ടാവുക. ലിഖാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഭിമുഖ സംഭാഷണമൊന്നുമല്ല, പിന്നെയോ അതൊരു ലയനമാണ്. അതങ്ങനെ ആയിത്തീരലാണ്. അതാണ് ആരാധനകളും അനുഷ്ഠാനങ്ങളും ജീവിതം മുഴുവനും അങ്ങനെയാണ്. ആ ഖിബില അങ്ങോട്ടേക്ക് തിരിച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ അനുഷ്ഠാനങ്ങൾക്ക് മധുരമുണ്ടാകും. നമ്മുടെ അനുഷ്ഠാനങ്ങൾ ഉള്ളിൽ നിന്ന് ഉണരുന്നതാകും. അത് നമ്മെ സ്വയം പ്രചോദിപ്പിക്കുന്നതാകും. ഒരിക്കൽ ദാവൂദ് നബിയോട് അള്ളാഹു പറയുന്നത് എഴുതി വെച്ചത് കാണാം. ദാവൂദ് നബിയോട് പറഞ്ഞു, ഇന്നല്ലാഹ തആല ഔഹാ ഇലാ ദാവൂദ്, ദാവൂദിലേക്ക് അള്ളാഹു വഹീ നൽകി, അരിഫ് നഫ്സക, നീ നിന്നെ അറിയണം, മനസ്സിലാക്കണം. അപ്പോൾ ദാവൂദ് നബി ചോദിച്ചു, എന്നിട്ട് എന്ത് സംഭവിക്കും? അപ്പോൾ വഅരിഫ്നി, എന്നെ നിനക്കറിയാൻ സാധിക്കും. നീ നിന്നെ അറിയുമ്പോൾ എന്നെ നിനക്കറിയാൻ സാധിക്കും. ദൈവത്തെക്കുറിച്ചുള്ള ഒരറിവും നമ്മളെക്കുറിച്ചുള്ള അറിവല്ലാതെയല്ല. നമ്മെക്കുറിച്ചുള്ള അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ലാതെയുമല്ല. ഇത് ഒന്നായിത്തീരും. ഇങ്ങനെ പഠിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും നമ്മളിലുണ്ടെന്ന് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ തോന്നും. ഇപ്പോൾ പ്രകൃതിയിൽ ഒരുപാട് ജീവികളുണ്ട്. പറവകളെ നോക്കാം. കാക്കയുണ്ട്, കഴുകനുണ്ട്, പ്രാവുണ്ട്, തത്തയുണ്ട്, കുരുവിയുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. കാക്കയുടെ സ്വഭാവം ചിലപ്പോൾ ഉണ്ടാകും. കഴുകനായിട്ട് വരും, കുരുവിയായിട്ട് വരും, തത്തയായിട്ട് വരും, മയിലായിട്ട് വരും. ആനയുണ്ട്, മദമിളകുന്ന ആനയുണ്ട്, ചുമടെടുക്കുന്ന ആനയുണ്ട്, കഴുതയുണ്ട്, കുതിരയുണ്ട്, നായയുണ്ട്, മുയലുണ്ട്, പൂച്ചയുണ്ട്, ഈച്ചയുണ്ട്, പുഴുവുണ്ട്. എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം നമ്മളാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. ഉറുമ്പിങ്ങനെ പോകുമ്പോൾ ഇത് ഞാനല്ലേ എന്ന് ആലോചിച്ചിട്ടൊന്ന് നോക്കുക. അപ്പോൾ ആ ഉറുമ്പിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മളിലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ കെട്ട സാധനങ്ങളിൽ നുരയുന്ന പുഴുക്കളില്ലേ, അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ട്. പ്രാവില്ലേ, സമാധാനം കാക്ഷിക്കുന്ന, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്ന പ്രാവില്ലേ, അതുമുണ്ട് നമ്മുടെ ഉള്ളിൽ. കാക്കയില്ലേ, അതുണ്ട്. എല്ലാം ഉണ്ട്. ഇല്ലാത്തതായിട്ട് എന്തുണ്ട്? ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതെല്ലാം മനുഷ്യന്റെ ഉള്ളിലുള്ള ഓരോ ഭാവങ്ങളുടെയും പ്രതിരൂപങ്ങളാണ്. അതുകൊണ്ടാണ് വഫി അംഫുസിഹിം എന്ന് പറയുന്നത്. ഒന്നും നമ്മളല്ലാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. നമ്മളിങ്ങനെ നിവർത്തി വെച്ചാൽ, നമ്മളാകുന്ന പുസ്തകത്തെ ഇങ്ങനെ നിവർത്തി വെച്ചാൽ ഈ പ്രപഞ്ചമായി തീരും. അതിങ്ങനെ ചുരുട്ടി വെച്ചാൽ നമ്മളായിത്തീരും. നമ്മളാണ് പ്രപഞ്ചം. നമ്മളാണ് ആ ബ്രഹ്മത്തിൻ്റെ പ്രതിരൂപമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത് ദൈവത്തിൻ്റെ പ്രതിരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. പ്രതിരൂപം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്ന ഈ മാംസകഷ്ണമാണെന്ന്. മാംസകഷ്ണമല്ല, പ്രതിരൂപം. ഈ അർത്ഥത്തിൽ നമ്മളെ കാണാൻ, നമ്മളെ അറിയാൻ ശ്രമിച്ചാൽ ഖുർആൻ എന്താണെന്ന് മനസ്സിലാകും. അതുവരെ ഖുർആൻ മനസ്സിലാവില്ല. അതുവരെ നമ്മളെയും തിരിയൂല. നമ്മളിങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കും, മതം പറഞ്ഞുകൊണ്ടിരിക്കും,
കാഫിറാക്കിക്കൊണ്ടിരിക്കും, മുർത്തദാക്കിക്കൊണ്ടിരിക്കും. എൻ്റെത് മാത്രമാണ് ശരിയെന്ന വിഡ്ഢിത്തം വിളമ്പിക്കൊണ്ടിരിക്കും. മറ്റതറിയുമ്പോഴോ എല്ലാം ഞാനാണെന്ന തിരിച്ചറിവിൽ എല്ലാ സത്യങ്ങളെയും ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് പാകപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അല്ലദീന ജാഹദൂ ബി അംവാലിഹിം ഫീ സബീലില്ലാഹ് വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. നമുക്ക് നമ്മുടെ ആത്മത്തെ അറിയാൻ, സ്വയം അറിയാൻ സാധിക്കാതെ വരുന്ന ചില ബാരിയറുകളുണ്ട്, ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളിൽ പ്രധാനപ്പെട്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയോ പഠിച്ചു വെക്കുകയോ ചെയ്ത പൗരോഹിത്യ മതബോധങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ വ്യവസ്ഥാപിത മതബോധം മനുഷ്യനെ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് അടുപ്പിക്കുകയല്ല, മറിച്ച് അകറ്റുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിൽ മറതീർക്കുകയാണ് മതങ്ങൾ. എന്നിട്ട് ദൈവത്തിൻ്റെ സെക്രട്ടറിമാരായി പൗരോഹിത്യം സ്വയം വിലാസം ചമയ്ക്കുകയാണ്. രണ്ടാമത് വരുന്ന തടസ്സങ്ങൾ സംഘടനകളാണ്. പലപ്പോഴും മുസ്ലിം സമൂഹത്തോട് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സംഘടനകളാണ് അള്ളാഹുവിലേക്ക് എത്തുന്നതിന് ഏറ്റവും വലിയ തടസ്സമായി തീരുന്നത്. മൂന്നാമതായി തീരുന്നത് നമ്മുടെ തന്നെ ഭാവമാണ്. ഈ ഭാവം പലപ്പോഴും സത്യം അന്വേഷിക്കുന്നതിന് നമുക്ക് വലിയ തടസ്സം തീർക്കുന്നുണ്ട്. ഈ എല്ലാ തടസ്സങ്ങളെയും മറികടക്കുന്ന ഒരു ബോധതലം ഉള്ളിൽ ബോധപൂർവം രൂപപ്പെടുത്തിയാലേ നമുക്ക് ഈ ആത്മവിദ്യ സാധ്യമാവുകയുള്ളൂ. അത് വേദത്തിലൂടെ ലഭിക്കേണ്ടതാണ്, അത് ഗുരുക്കന്മാരിലൂടെ ലഭിക്കേണ്ടതാണ്. ആത്മവിദ്യക്ക് ഒരു ഗുരു വേണം. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന പ്രതിജ്ഞാവാക്യത്തിൻ്റെ തലവും അർത്ഥവും അതാണ്. അങ്ങനെ ഒരു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇല്ലാതെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല എന്നുള്ളതാണത്. ഒരു ഗുരു സാന്നിധ്യത്തിലൂടെ ആണ് അത് സാധ്യമാക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആനുഭൂതികമായി ഞാൻ ആരാണ് എന്ന മഹാസത്യത്തെ അറിയാൻ കഴിയും. അതാണ് തത്വമസി എന്ന് പറയുന്ന മഹാവാക്യം അറിയിക്കുന്നത്. അത് നീയാകുന്നു എന്ന് ഒരു ഗുരു നമ്മെ അറിയിക്കുമ്പോഴാണ് നമുക്ക് ആ ബോധ്യമുണ്ടാകുന്നത്. അത് നീയാകുന്നു എന്നുള്ളത്. മൻസൂർ അൽ ഹല്ലാജ് അനൽ ഹക്ക് പറഞ്ഞത് അത് ഞാനാണെന്ന ഒരു ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് ഏതോ ഒരു ഗുരു അത് നീയാകുന്നു എന്ന് തത്വം അസി എന്ന് അദ്ദേഹത്തോട് എവിടെ വെച്ചോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ശരീരത്തിനപ്പുറത്തെ എന്നെ തിരയുക, ശരീരത്തിനപ്പുറത്തുള്ള ഞാൻ എവിടെയെന്ന് അന്വേഷിക്കുക. റൂമി പറഞ്ഞ മസ്നവിയിൽ റൂമി പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത്, രൂപം പരതുന്നവനെ, രൂപം അന്വേഷിക്കുന്നവനെ നീ രൂപമാണ് അന്വേഷിക്കുന്നതെങ്കിൽ
മുഹമ്മദിൻ്റെയും അബൂജഹലിൻ്റെയും രൂപത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അത് വലിയൊരു ചോദ്യമാണ്. ബസൂറത്ത് ആദ്മി ഇൻസാൻ ബദി അഹ്മദ് ഓ അബൂജഹൽ ഖുദ് യക്സാൻ ബദി എന്നാണ്. മുഹമ്മദിൻ്റെയും അബൂജഹലിൻ്റെയും രൂപങ്ങൾ അത് രണ്ടും മാംസമല്ലേ? പക്ഷേ അബൂജഹൽ എന്തുകൊണ്ട് ശപിക്കപ്പെട്ടവനായെന്ന്, മുഹമ്മദ് എന്തുകൊണ്ട് അത്യുന്നതമായ വാഴ്ത്തപ്പെട്ട പ്രകാശത്തിൻ്റെ നാമമായെന്ന് ആലോചിച്ചു നോക്കൂ. രൂപമാണോ പ്രധാനം? രൂപമല്ല. രൂപത്തിനപ്പുറത്തെ എന്നെയാണ് തിരയേണ്ടത്. രൂപത്തിനുള്ളിലെ എന്നെയാണ് തിരയേണ്ടത്. എല്ലാറ്റിനെയും ഉടമപ്പെടുത്തുന്ന ഒരു ഞാനുണ്ടെന്നോർക്കണം. ആ എന്നെ തിരഞ്ഞ് കണ്ടെത്തി, അതാണ് വിത്ത്, അതാണ് രത്നം. അവിടെയാണ് തിരയേണ്ടത്. അത് കണ്ടെത്തിയാൽ എല്ലാം കണ്ടെത്തി. അത് കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് കണ്ടെത്താനായിട്ടൊന്നുമില്ല. അവിടെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്ന വാക്ക് അന്വർത്ഥമാകുന്നത്. നമ്മെ എല്ലാവരെയും അള്ളാഹു സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദുആഇ അൽഹംദുലില്ലാഹ്.